ഒരു സമ്പൂർണ്ണ വിജയമെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതായത് ഒരു കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ ഇടതുപക്ഷം സമ്പൂർണ്ണ പൂജ്യമായി മാറിയിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതായത് BJP വലിയ തോതിൽ ഒരു തൂത്തുവാരൽ വിജയം നേടിയിരിക്കുന്നു എന്നാണ് എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത്. മറ്റെവിടെയുമല്ല, ഇത് ത്രിപുരയിലാണ്. അതായത് ത്രിപുരയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലാണ് BJP തൂത്തുവാരിയിരിക്കുന്നതെന്ന് പറയുന്നത്. 98% സീറ്റുകളും BJP തൂത്തുവാരി നേടിയിരിക്കുകയാണ്. അതായത് ഗ്രാമപഞ്ചായത്തുകൾ, ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതികൾ എന്നിവിടങ്ങളിലായിട്ട് BJP 72% സീറ്റുകളിലും എതിരില്ലാതെയാണ് വിജയം നേടിയിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ത്രിപുരയിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ടോട്ടലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 98% സീറ്റുകളും നേടി ഭരണകക്ഷിയായിട്ടുള്ള BJP തൂത്തുവാരൽ വിജയം നേടിയിരിക്കുന്നു എന്ന റിസൾട്ടാണ് പുറത്തു വന്നത് തന്നെ. ഗ്രാമപഞ്ചായത്തുകൾ, പഞ്ചായത്ത് സമിതികൾ, ജില്ലാ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലായിട്ട് 72% സീറ്റുകളിൽ BJP എതിരില്ലാതെ വിജയം നേടുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ 607 ഗ്രാമപഞ്ചായത്തുകളിൽ 585 എണ്ണത്തിലും 36 പഞ്ചായത്ത് സമിതികളിൽ 35 എണ്ണത്തിലും ജില്ലാ പരിഷത്തുകളിൽ 8ലും BJP വിജയിച്ചിരിക്കുകയാണ്. 8 ജില്ലാ പരിഷത്തുകളിലായിട്ട് മത്സരിച്ച 96 സീറ്റുകളിൽ 94 സീറ്റുകളിലും BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറിയിരിക്കുന്നു. അതേസമയം കോൺഗ്രസും CPIM-ഉം വളരെ ദയനീയമായിട്ടുള്ള പരാജയം അവിടെ ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് 96 സീറ്റുകളിൽ 94 സീറ്റുകളും BJP നേടിയപ്പോഴത്തേക്കും കോൺഗ്രസിനും അതോടൊപ്പം തന്നെ CPM-നും കിട്ടിയ സീറ്റുകൾ ഓരോ സീറ്റുകൾ വച്ചാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ദയനീയമായിട്ടുള്ള പരാജയം എന്ന് പറയുന്നത്. ഇതിൽ പഞ്ചായത്ത് സമിതികളുടെ കാര്യത്തിൽ നോക്കുമ്പോഴത്തേക്കും വോട്ടെടുപ്പ് നടന്ന 189 സീറ്റുകളിൽ 174 എണ്ണത്തിലും സംസ്ഥാന പാർട്ടിയായിട്ടുള്ള BJP വിജയിച്ചു കയറിയിരിക്കുന്നു. എന്നാൽ ഇവിടെയും കോൺഗ്രസിനും CPIM-നും ലഭിച്ച സീറ്റുകളെന്ന് പറയുന്നത് 5 സീറ്റുകളും 8 സീറ്റുകളും എന്നുള്ള തരത്തിലാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ CPIM-ഉം നേടിയിരിക്കുന്നത്. അതായത് 2 അക്കം പോലും കടക്കാൻ സാധിക്കാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും മാറിയിരിക്കുന്നു. മത്സരിച്ച 1820 ഗ്രാമപഞ്ചായത്ത് സീറ്റുകളിൽ 1477 എണ്ണവും BJP നേടിയെന്നും CPIM, കോൺഗ്രസ്, ത്രിപാമോത്ത എന്നിവയ്ക്ക് യഥാക്രമം ലഭിച്ച സീറ്റുകളെന്ന് പറയുന്നത് 149ഉം 152ഉം 25 സീറ്റുകളുമാണ് ലഭിച്ചതായിട്ട് അറിയാൻ സാധിക്കുന്നത്. എന്നാലും ഈ ഒരു വിജയം തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും സംബന്ധിച്ചിടത്തോളം കനത്ത ഒരു തിരിച്ചടിയാണ് ത്രിപുരയിൽ ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJPക്ക് വളരെ വലിയ തോതിലുള്ള ഒരു തേരോട്ടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എടുത്ത് പറയാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും വലിയ തോതിലുള്ള ഒരു നാണംകെട്ട തോൽവിയിലേക്ക് ത്രിപുരയിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട്, അതായത് പഞ്ചായത്ത് സമിതി തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ നിന്നും വളരെ കൃത്യമായിട്ടും ബോധ്യപ്പെടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്.